ഒരുപാട് ദിവസങ്ങളായിട്ട് ഞാൻ ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നാണ് നേരിട്ട് കാണാൻ സാധിച്ചത്. പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനകത്താണ് ഇവനുള്ളത്. പോലീസ് വാഹനം പുറത്തു പോകുമ്പോൾ ഇവൻ ഫോളോ ചെയ്യും, കൂടെ ഓടും. ഒരു മനുഷ്യനും മിണ്ടാപ്രാണിയും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് ഞാനിവനെ പരിചയപ്പെടും. പാവാണ്. ബിസ്ക്കറ്റും വെള്ളം കൊടുത്തു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. വളരെ പെട്ടെന്ന് അവൻ്റെ ദേഹത്ത് മുറിവുകളുണ്ട്, ഇൻഫെക്ഷനാണ്, മരുന്ന് വെച്ച് കൊടുക്കണം. എന്നോട് കമ്പനിയായ സ്ഥിതിക്ക് അവന് ഞാനൊരു പേര് നൽകി. സ്നേഹത്തോടെ ഇനി ഞാൻ അവനെ വിളിക്കും സ്നോ എന്ന്. അവൻ്റെ പേരിഷ്ടമെങ്കിൽ തായൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഈ കാക്കിക്കുള്ളിലും സ്നേഹമുള്ള ഹൃദയങ്ങളുണ്ട്, അതിന്ന് എനിക്ക് ബോധ്യമായി. എന്താണെങ്കിലും അവൻ്റെ വിശദമായൊരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യും. ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ്. എന്നെ കണ്ട പാടെ ഓടി വന്നു. നല്ല വിശപ്പുണ്ട്, പുറത്ത് നല്ല മഴയാണ്. എന്താ വേണ്ടി ചോദിച്ചപ്പോൾ അവന് ഫുഡ് വേണമെന്ന് എനിക്ക് മനസ്സിലായി. ഈ സ്നേഹം കണ്ടില്ലേ, ഇതാണ് അൺകണ്ടീഷണൽ ലവ്. ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം, നിഷ്കളങ്കമായ സത്യസന്ധമായ സ്നേഹം. വാ, ഫുഡ് വാങ്ങിച്ചു തരാം. ഹോട്ടലിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ നല്ലൊരു അനുസരണമുള്ള കുട്ടിയായിട്ട് എൻ്റെ കൂടെ വന്നു. ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാം ചിന്തിക്കുന്നുണ്ടാവും ഈ മനുഷ്യൻ എന്താ ഭ്രാന്താണെന്ന്. അങ്ങനെ അവർ ചിന്തിച്ചെങ്കിൽ തെറ്റൊന്നുമില്ല കേട്ടോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചില സമയത്ത് എനിക്ക് ഭ്രാന്താണ്. കണ്ടില്ലേ എത്ര പാവമായിട്ടാണ് അവൻ നിൽക്കുന്നത്. ഒരു കച്ചറയും ഇല്ല, നല്ല കുട്ടിയാണ്. ചിക്കൻ വാങ്ങിക്കുന്നതുവരെ എന്നെ നോക്കി നിന്നു. ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സാരല്ല, കുറ്റം പറയുന്നവർ പറയട്ടെ എന്നേ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. മറ്റുള്ളവരെന്താ വിചാരിക്കാന്ന് കരുതി ജീവിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഇഷ്ടങ്ങളൊന്നും നടക്കൂലെന്നേ. അതുകൊണ്ട് നമുക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. നീണ്ട കാത്തിരിപ്പിന് ശേഷം അവനുള്ള ഫുഡ് കിട്ടി. വാ വാ, അവന് നല്ല വിശപ്പുണ്ട്, കണ്ടാലറിയാം. ഭക്ഷണം കൊടുത്തപ്പോൾ അവൻ്റെ മുഖത്ത് കണ്ട ആ ഒരു തെളിച്ചം, ആ ഒരു സ്നേഹം, അതൊന്നും വേറെ തന്നെയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള മിണ്ടാപ്രാണികളെ കാണുമ്പോൾ കുറച്ച് ഭക്ഷണം, അല്പം വെള്ളം ഒന്ന് കൊടുത്തു നോക്കൂ. നിങ്ങളുടെ ടെൻഷനൊക്കെ മാറും. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ.